ഈ കൽബാൻ ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു തരംഗം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നെഞ്ചിനുള്ളിൽ നീയാണെന്നുള്ള പാട്ട് ഇതര സംസ്ഥാനക്കാരൊക്കെ കേൾക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ എൻ്റെ ഉമ്മ ആന്ധ്രക്കാരിയാണ്, ഉമ്മാൻ്റെ നാട്. ഉം. ആ, ഉപ്പാവ അവിടെ കല്യാണം കഴിച്ച് അതിൽ ജനിച്ചിട്ടുള്ളതാണ് എൻ്റെ ഉമ്മ. ഉമ്മാൻ്റെ ബാക്കി സഹോദരി സഹോദരങ്ങളൊക്കെ അവിടെ തന്നെ, അവർക്ക് മലയാളം ഒന്നും അറിയില്ല. ഉം. അപ്പോൾ അവർക്ക് ആകെ അറിയുന്നത് ഈ ഉറുദു, ഹിന്ദി, പിന്നെ തെലുഗു അവരെ മാതൃഭാഷയാണ്. അപ്പോൾ അവർക്ക് അതറിയാം. അപ്പം ഹിന്ദിയിൽ കേട്ട് കഴിഞ്ഞാൽ അവർക്കും കൂടെ മനസ്സിലാകുന്നതുകൊണ്ട് ഞാനിത് ഫോണിൽ അവർക്ക് പാടിക്കൊടുക്കായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റേജിൽ കല്യാണ വീടുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളന്ന് ഗാനമേളകൾക്ക് പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരിക്കൽ ഞാൻ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിൻ്റെ സമയത്ത്, ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനമല്ല, തറക്കല്ലിടൽ കർമ്മത്തിൻ്റെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് ആർട്ടിസ്റ്റുകൾ, കോഴിക്കോടുള്ള കലാകാരന്മാർ ആയിട്ട് ജലാലും ടീമൊക്കെ വന്നു. കൊയിലാണ്ടിയിൽ നിന്ന് ഞാനും കുറച്ച് ടീമുണ്ട്. അപ്പോൾ ഞാനത് കൽബാൻ ഫാത്തിമൻ്റെ മൈനസ് ട്രാക്ക് ഇട്ടിട്ട് ഞാൻ ഈ പാട്ട് ഹിന്ദി, തമിഴ്, മലയാളം ചേർത്ത് പാടി. അപ്പോൾ ജലാൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നമുക്കൊരു നോൺ സ്റ്റോപ്പ് രൂപത്തിൽ. ഞാൻ പറഞ്ഞു, ഞാനത് ഐഡിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഐഡിയയിലുണ്ട് അത്, എന്നാൽ നമുക്ക് ചെയ്യാം, ഞാൻ പ്രൊഡ്യൂസറൊക്കെ കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞാൽ നിയാസ് കല്ലൈ എന്ന് പറയുന്ന ആളെയൊക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യിക്കുന്നു.